പോളിപ്രൊപ്പിലീൻ CH2CH3 N ടൈംസ് സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ടഫ് റിജിഡ് ക്രിസ്റ്റലൈൻ തെർമോപ്ലാസ്റ്റിക്. അതുപോലെ തന്നെ ലൈറ്റസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിമറാണ്. മോണോമറായിട്ടുള്ള പ്രൊപ്പലീൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഗ്യാസോലിൻ റിഫൈനറീസിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ്. ഇതിനെ മോണോമറിനെ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ട് പോളിമറൈസേഷൻ ചെയ്യാം. അതിൽ യൂസ് ചെയ്യുന്നത് ട്രൈ ഈഥൈൽ അലുമിനിയവും ടൈറ്റാനിയം ക്ലോറൈഡുമാണ്, TiCl3. അവിടെ പോളിമറൈസേഷൻ കാണിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പോളിപ്രൊപ്പലീൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഈ പോളിപ്രൊപ്പലീനെ നമുക്ക് ഐസോടാറ്റിക്, സിൻഡിയോടാറ്റിക്, അറ്റാറ്റിക് ഫോമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ ഐസോടാറ്റിക് പോളിമർ മെൽറ്റ് ചെയ്യുക 208 ഡിഗ്രി സെൽഷ്യസിലാണ്. അത് ഹൈലി ക്രിസ്റ്റലൈനാണ്. ഹൈലി ക്രിസ്റ്റലൈൻ ആയതുകൊണ്ട് തന്നെ അത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഹൈ സ്റ്റിഫ്നെസ്, ഹാർഡ്നെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്. അതുപോലെ തന്നെ അത് ലീനിയറാണ്. കൂടാതെ ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വെരി യൂസ്ഫുൾ ആണ് ഇൻഡസ്ട്രിയലി. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 208 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും ഉയർന്നതായതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, ഈ പോളിമർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിക്കിൾസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. മിക്ക സോൾവൻസിലും റൂം ടെമ്പറേച്ചറിൽ ഇത് ഇൻസൊല്യൂബിൾ ആയിരിക്കും. എന്നിരുന്നാലും മെൽറ്റിംഗ് പോയിൻറ്റിന് മുകളിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരോമാറ്റിക്കിലും അതുപോലെ തന്നെ ക്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസിലൊക്കെ ഈ ഒരു പോളിപ്രൊപ്പലീൻ ഡിസോൾവ് ആയിരിക്കും. അതുപോലെ തന്നെ പോളിപ്രൊപ്പലീന് റെസിസ്റ്റൻറ്റ് ടു മെനി കെമിക്കൽസ്, അതായത് ആസിഡ്സിന്, ആൽക്കലീസിന്, അതുപോലെ തന്നെ ഓയിൽസിനൊക്കെ ഇത് റെസിസ്റ്റൻ്റ് ആണ്. ബട്ട് ലെസ് റെസിസ്റ്റൻറ്റ് ടു ഓക്സിഡേഷൻ വെൻ കമ്പയർഡ് ടു പോളിയെത്തിലീൻ. ദെൻ സ്റ്റെബിലിറ്റി ടുവാർഡ്സ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ലെസ്സർ ആണ് വെൻ കമ്പയർഡ് ടു പോളിയെത്തിലീൻ. ദെൻ പോളിപ്രൊപ്പലീൻ്റെ യൂസസാണ് പറയുന്നത്. റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്, റേഡിയോസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടെലിവിഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാക്കേജ് ഫിലിംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൈപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്റ്റോറേജ് ടാങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, സീറ്റ് കവേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, മോണോ ഫിലമെൻറ്റ്സ് ആൻഡ് റോപ്സിൽ യൂസ് ആക്കുന്നുണ്ട്.